هل لك صدقات تخفى لا يعلمها إلا الله. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ. ഹാദിയയുടെ കീഴിൽ നിരവധി പദ്ധതികളാണ് ദേശീയ തലത്തിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാലോ, ദാർ ഹുദവിയുടെ സന്തതികളാണ്, ആ ഹുദവികളാണ് ഹാദിയക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ കേരളത്തിലും വളരെ സജീവമാണ്. കേരളത്തിലെ വിവിധ പള്ളികൾ, മഹല്ലുകൾ എന്നതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യതീംഖാനകൾ, ഇവയ്ക്കൊക്കെ അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കാനും അവിടെ വളരെ സജീവമായി സേവനമനുഷ്ഠിക്കുവാനും അവർ തയ്യാറാകുന്നുണ്ട്. പരിപൂർണമായും വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഒപ്പം ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ അവർ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഹാദിയയുടെ പ്രത്യേകമായിട്ട് വിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്കറിയാലോ, ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലേതുപോലെ ഉള്ള ഒരു നല്ല സാഹചര്യം അവിടെയില്ല. പഠിക്കാനുള്ള സാഹചര്യം അവിടെയില്ല. മതപരമായിട്ട് വിദ്യാഭ്യാസവും ഇല്ല. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ അവർ അവിടെ സ്കൂളുകൾ സ്ഥാപിക്കുന്നു, മദ്രസകൾ സ്ഥാപിക്കുന്നു, ദീനി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു. അവിടുത്തെ സംസ്കാരം തന്നെ അവർക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് വേഷവിധാനത്തിൽ പോലും എന്താണ് മുസ്ലിം വേഷം എന്നറിയാത്തവരാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളൊക്കെ നമുക്കറിയാം, തലയിൽ തട്ടം വിടാതെ ചിലപ്പോൾ പൊട്ടു തൊട്ടുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാറുണ്ടായത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അറിയില്ല എന്നുള്ളതുമാണ്. എന്താണ് ഇസ്ലാമിക വേഷങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും അവർ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കും മുതിർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം അത്തരം കേന്ദ്രങ്ങൾ അവർക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവർക്ക് ഒക്കെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സഹായം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് പ്രത്യേകമായൊരു പദ്ധതി താഴവൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ താഴവൻ പദ്ധതിയിലൂടെ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ എല്ലാവരും എത്തിച്ചു കൊടുക്കണം. 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. 16 സംസ്ഥാനങ്ങളിലുള്ള 2 ലക്ഷത്തോളം ആളുകൾക്ക്, വിദ്യാർത്ഥികൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ മുതിർന്നവരും അവർക്കൊക്കെ ഉൾക്കുന്നവർക്ക്, ആ 2 ലക്ഷത്തോളം വരുന്ന സമൂഹത്തിന് അവർ നൽകുന്ന ഈ സേവനങ്ങൾ, അതിനുവേണ്ടി എല്ലാവരുടെയും സഹായങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റമദാനാണല്ലോ. റമദാനിൽ ഇങ്ങനെയുള്ള പുണ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൂടി പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു لا يعلمها إلا الله.